നിങ്ങളും വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പം ഐപാഡോ ഐഫോണോ ഒക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ തലവേദന എടുക്കാറുണ്ടോ? എനിക്കെടുക്കാറുണ്ട് തലവേദന. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പം വൊമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി. ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള ഒരു കിടിലം ഫീച്ചർ iOS 18 ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് നമ്മുടെ ആക്സസിബിലിറ്റി സെറ്റിംഗ്സിലുള്ള മോഷൻ ക്യൂ. സോ ആക്സസിബിലിറ്റിയിൽ ഇവിടെ കാണാം മോഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. അതിൽ ടാപ്പ് ചെയ്ത് ഇതിൽ കാണുന്ന ഫസ്റ്റ് ഓപ്ഷനായിട്ടുള്ള മോഷൻ ക്യൂ അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി സെറ്റ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ എപ്പോഴും എനേബിൾ ചെയ്ത് വെക്കാം. അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ 4 ഡോട്ടുകൾ സ്ക്രീനിൻ്റെ 2 വശത്തായിട്ട് കാണാൻ സാധിക്കും. ഈ ഡോട്ടുകൾ നമ്മുടെ ഡിവൈസിനകത്തുള്ള ഐഫോണിലും ഐപാഡിലും നമുക്ക് ജൈറോസ്കോപ്പ് സെൻസേഴ്സ് ഉണ്ട്. ആ സെൻസേഴ്സിൻ്റെ സഹായത്തോടെ വർക്ക് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇരിക്കുന്ന വാഹനത്തിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ച്, അതായത് ലെഫ്റ്റോ റൈറ്റോ ബാക്ക്വേർഡോ ഫോർവേഡോ പോകുന്നതനുസരിച്ച് ഈ ഡോട്ടുകളും അങ്ങ് റെസ്പോണ്ട് ചെയ്യും അല്ലെങ്കിൽ മൂവ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മളുടെ കണ്ടന്റിനെ, നമ്മൾ കാണുന്ന വീഡിയോ ആയിക്കോട്ടെ അല്ലെങ്കിൽ വായിക്കുന്ന കണ്ടന്റ് ആയിക്കോട്ടെ, അതിനെ യാതൊരു തരത്തിലും ഡിസ്ട്രാക്ട് ചെയ്യാതെ അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യാതെ നമുക്ക് സുഖമായിട്ട് തന്നെ ഈ ഡോട്ടുകളും കാണാം, അതോടൊപ്പം ഈ കണ്ടന്റും കാണാൻ സാധിക്കും. അങ്ങനെ ഈ വാഹനത്തിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ച് ഡോട്ടുകളും മാറുന്നതുകൊണ്ട് തന്നെ നമുക്ക് കണ്ണിനുണ്ടാകുന്ന ആ സ്ട്രെയിൻ കുറയ്ക്കാൻ സാധിക്കും, റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മോഷൻ സിക്നെസ്സിനെ കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും. അടുത്ത തവണ നിങ്ങൾ യാത്ര ചെയ്യുമ്പം ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ട് നിങ്ങളൊന്ന് ഫോൺ യൂസ് ചെയ്ത് നോക്കുക. ഡെഫിനറ്റ്ലി ബെറ്റർ ആയിട്ടുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്പ് റിലേറ്റഡ് കണ്ടന്റ്സിന് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ്, അതോടൊപ്പം യൂട്യൂബ് ചാനൽ, അതിൻ്റെ ലിങ്ക് ബയോയിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്.